ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതെല്ലാവരോടും പറയണം, എല്ലാവരും ഇത് അറിയണം. മാനന്തവാടി രൂപതയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കല്ലോടി പള്ളിയിൽ അനുഗ്രഹദായകമായ ദിനങ്ങളുമായി ഒരു തിരുനാൾ കൂടി ആഗതമാകും. തലമുറകൾക്ക് ദൈവകാരുണ്യത്തിന്റെ ആശാകേന്ദ്രമായി പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങളുമായി പ്രശോഭിക്കുന്ന കല്ലോടിയുടെ പുണ്യമണ്ണിൽ അനുഗ്രഹദായകമായ തിരുനാൾ ആഘോഷങ്ങൾക്ക് 82ാം തവണയും തിരിതെളിയുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവാനുഗ്രഹത്തിന്റെ ആകാശ കുടച്ചുവട്ടിൽ സ്വന്തം വിയർപ്പിൽ കുഴച്ചെടുത്ത മണ്ണിൽ കുടിയേറ്റക്കാർ ഹരിതമോഹങ്ങളുടെ വിശ്വാസമുതിർത്തപ്പോൾ ഉയർത്ത ദേശത്തിന്റെ പേരാണ് കല്ലോടി. 1943 ഏപ്രിൽ 23-ാം തീയതി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധന്റെ രൂപം സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ ഭാഗ്യസ്മരണാർഹനായ റവറൻഡ് ഫാദർ അലോഷ്യസ് ഡിസിൽവ പ്രഥമ ദീപബലി അർപ്പിച്ചു. അന്നു മുതൽ ഇന്നോളം ദൈവജനത്തിന്റെ ആധ്യാത്മിക ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി ആഴമേറിയ വിശ്വാസത്തിന്റെ പിൻബലത്തോടെ പ്രാർത്ഥനയുടെ കരുത്തിൽ ധൈര്യവും പുലർത്തിയ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും വയലേലകളിൽ ഹരിത കവിത എഴുതിയ കുടിയേറ്റക്കാരും സമഭാവനയുടെയും സംഘജീവിതത്തിന്റെയും തുകിലും ഉണർത്തിയ ഈ നാട്ടിലെ സമസ്ത ജനവിഭാഗവും ചേർന്നാണ് കല്ലോടിയായി ഇന്നത്തെ രീതിയിൽ ചമയിച്ചത്, ഇന്നും ചലിപ്പിക്കുന്നത്. കല്ലോടിയിലെ കുടിയേറ്റ ജനതയുടെ ചരിത്രം ദൈവാനുഗ്രഹത്തിന്റെ 82 വർഷങ്ങൾ പിന്നിടുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും പ്രത്യേക മധ്യസ്ഥതയിൽ കല്ലോടി കൃപാസമൃദ്ധിയിൽ അനുഗ്രഹീതമാണ്. വിവിധ മേഖലകളിൽ ആത്മീയ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക, സാമ്പത്തിക വികസന രംഗങ്ങളിലെല്ലാം കല്ലോടി ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ടുണ്ട്, ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. പൂർവ്വപിതാക്കളുടെ സ്വപ്നങ്ങൾ ഇനിയും സാക്ഷാത്കരിക്കുവാനായിട്ട് ഏറെയുണ്ട്. ഇടവക ഒരു കുടുംബം എന്ന ചിന്തയോടെ ഒരുമയോടെ മുന്നേറുന്ന ദൈവജനം ഉണ്ടാകുമ്പോൾ നേടാനുള്ളവയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോടൊപ്പം നേടിയവയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. ഈ അഭിമാനത്തിൽ ഊറ്റം കൊള്ളുന്നതിനേക്കാൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അനുഗ്രഹദായകമായ പരമകാരുണികന്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. ഈ ഇടവകയെ കാലാകാലങ്ങളിൽ ആത്മീയമായ ശക്തമായ നേതൃത്വം നൽകി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരും വിശ്രമജീവിതം നയിക്കുന്നവരുമായ എല്ലാ അഭിമന്യ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും നന്ദിയോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അനുസ്മരിക്കാം. ഇന്നോളമുള്ള ഇടവകയുടെ വളർച്ചയിൽ വികാരീച്ചന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, മതാധ്യാപകർ, ഭക്തസംഘടനാ പ്രവർത്തകർ, ദൈവജനം, മറ്റുപകാരികൾ എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. എന്തുകൊണ്ട് ഇടവക ജനം ഈ ആലയത്തിൽ ഒന്നു ചേർന്ന് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് 2 മക്കാബയർ 5-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നാം കാണുന്നുണ്ട്. കർത്താവ് സ്ഥലത്തിനു വേണ്ടി ഒരു ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. എന്തെന്നാൽ ആ ജനത്തിന്റെ കഷ്ടതകളിലും സന്തോഷങ്ങളിലും ആ സ്ഥലവും പങ്കുചേരുന്നു. ഇത് ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. ഇവിടെ വീണ്ടും തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരിക്കൽ കൂടി തിരിതെളിയുമ്പോൾ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് നാളിതുവരെ കാരുണ്യപൂർവ്വം വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയുവാനും ജീവിതത്തിന്റെ തുടർപാതകളിലേക്ക് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹീതരാകുവാനും ഏവരെയും ഏറെ സ്നേഹത്തോടെ കല്ലോടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.